എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ്. ചെന്നൈ കോടമ്പാക്കത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് പരിശോധന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മനു മാടപ്പാട്ട് ചേരുന്നു. മനു, ഒരുപക്ഷേ കേരളത്തിലുള്ളവർ കരുതുന്നുണ്ടാകാം എന്തേ ഈ നടപടി വൈകി എന്നുള്ളത്. സാധാരണ ഈ പ്രതികാര നടപടി കേന്ദ്ര സർക്കാരിന് ആരോടെങ്കിലും പ്രതികാരമുണ്ടെങ്കിൽ ഇ ഡിയെ വിട്ട് പേടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇനി സ്വാഭാവികമായി അടുത്ത പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിക്കുമെതിരെയൊക്കെ ഇത് വന്നിരിക്കുക. എന്താണ് ഇപ്പോൾ ഈ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനത്തിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? തീർച്ചയായും ഇതൊരു പ്രതികാര നടപടിയാണ് എന്ന തരത്തിൽ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സംശയങ്ങളും പരിശോധനകളും ഒക്കെയാണ് ഇപ്പോൾ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിൽ സംഘപരിവാറിനുണ്ടായ വലിയ പൊള്ളൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാതാവായ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ റെയ്ഡ് വന്നത് എന്ന് വേണം കണക്കാക്കാൻ. അദ്ദേഹത്തിൻ്റെ ഗോകുലം ചിറ്റ്സിൻ്റെ ധനകാര്യ സ്ഥാപനം, അതാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. അതിൻ്റെ ചെന്നൈയിലെ കോടമ്പാക്കത്തുള്ള ഹെഡ് ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്നറിയുന്നു. കൊച്ചി യൂണിറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ രാകേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആദ്യഘട്ടത്തിൽ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലും റെയ്ഡ് നടന്നു എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിവരം ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഏതായാലും ചെന്നൈ കോടമ്പാക്കത്തുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ചിറ്റ്സിന്റെ ഓഫീസിൽ, ഗോകുലം ചിട്ടി ഫണ്ട്, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്, അതിലിപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ വരും സമയങ്ങളിലൊക്കെ കൂടുതൽ ഓഫീസുകളിൽ റെയ്ഡ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഗോകുലം ഗോപാലൻ അതിലേക്ക് നിർമ്മാതാവായിട്ട് കടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ ആ സിനിമയുടെ നിർമ്മാതാവായിട്ട് ഗോകുലം ഗോപാലൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് ലൈക്ക ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലാണ്, പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ഈ സിനിമയിലേക്ക് കടന്നു വരികയായിരുന്നു. സിനിമയിലെ ഗോദ്ര കലാപം, ഗുജറാത്ത് കലാപം അടക്കമുള്ള വിഷയങ്ങളിൽ സംഘപരിവാറിന് വലിയ ഡാമേജ് സംഭവിച്ചിരുന്നു. അതിൻ്റെ വലിയ വിവാദങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മുടെ മുൻപിലുള്ള കഥ തന്നെയാണത്. അപ്പോൾ മോഹൻലാലൊക്കെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ആ വലിയ വിവാദത്തെ തുടർന്ന് ഗോകുലം ഗോപാലൻ തന്നെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു വിഭാഗം ആളുകളെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ വെട്ടിമാറ്റും, അത് ഞങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ്, ആ രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഖേദപ്രകടനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ 24 കട്ടിലോ സംഘപരിവാർ തൃപ്തരാകുന്നില്ല, കേന്ദ്ര സർക്കാർ BJP തൃപ്തരാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. ഒരുപക്ഷെ സിജു പറഞ്ഞതുപോലെ ഇനി വരും സമയങ്ങളിൽ ഒരുപക്ഷെ ആശീർവാദിൻ്റെ ഓഫീസിലേക്കോ അതല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയോ മോഹൻലാലിൻ്റെയോ ഒക്കെ ഇടങ്ങളിലേക്ക് ഈ പറയുന്ന അന്വേഷണ സംഘത്തിൻ്റെ ഒക്കെ വരവിനുള്ള സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. അത്ഭുതമൊന്നുമില്ല, കാരണം ഇത് തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നതാണ്, പാതി തമാശയായിട്ടും പാതി കാര്യമായിട്ടും പറഞ്ഞിരുന്നതാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സിനിമ എടുത്ത സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ വീടുകളിൽ ED യും CBI യും ഒക്കെ റെയ്ഡിന് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പറയുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിപ്പോൾ നടക്കുന്നു എന്നതാണ് വസ്തുത. ഇന്നത്തെ ഇന്ത്യയിൽ ഇതൊരു അത്ഭുതമോ അല്ലെങ്കിൽ ഇതൊരു ആശ്ചര്യപ്പെടുത്തേണ്ടോ കാര്യമല്ല. കേന്ദ്ര സർക്കാരിനെ, BJP യെ, സംഘപരിവാറിനെ, RSSനെ വേദനിപ്പിച്ചാൽ അവരുടെ കൈകളിലുള്ള ഉപകരണങ്ങളായ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ, പ്രതികാര നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ വേണം പറയാൻ. അതിപ്പോൾ ഇവിടെ ഗോകുലത്തിന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നു. ഇതിനി ഗോകുലത്തിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നത് ആശങ്ക ഉയർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ സിനിമാ നിർമ്മാണമല്ല ഗോകുലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്. സിനിമാ നിർമ്മാണം അവരുടെ ഒരു കണ്ണി മാത്രമാണ്. അവരെ സംബന്ധിച്ച് ഫൈനാൻഷ്യൽ മേഖലയിലുള്ള ഈ ചിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഹോട്ടലുകൾ, അങ്ങനെയൊക്കെയാണ് ഗോകുലത്തിന്റെ ബിസിനസ് മേഖല. മനു, ഇത് ഒരുപക്ഷേ ഈ ഗോകുലം ഗോപാലനെതിരെയുള്ള നടപടി എന്ന് പറയുമ്പോൾ അതൊരു സൂചന കൂടിയാണ്. ഇനി ആരെങ്കിലും ഇത്തരത്തിലുള്ള ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറയുകയോ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സിനിമകൾ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഗതി ഇതായിരിക്കും. ആരും ഇനി ഇങ്ങനെ രംഗത്തേക്ക് വരരുത്, ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറയരുത്. ഇവിടെ പാഠപുസ്തകങ്ങളിലൂടെ ചരിത്രം തിരുത്തിയെഴുതുന്നവർ, പാഠപുസ്തകങ്ങളിലെ പഴയ ചരിത്രങ്ങൾ തിരുത്തിയെഴുതുന്നവർ, റോഡുകളുടെ പേരുകൾ മാറ്റിയെഴുതുന്നവർ, അവരിവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി സിനിമയിലൂടെ ചരിത്ര സത്യം വിളിച്ചു പറയുകയാണ്. ബാബു ബജ്രംഗിയെക്കുറിച്ച് പറയുകയാണ്, ഗോദ്ര കലാപകാലത്തെ മോദി സർക്കാരിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഇനി ഒരാളും പറയരുത്. അങ്ങനെ കലാകാരന്മാരെ കൂച്ചുവിലങ്ങുന്നു മാത്രമല്ല, അതിന് പണം മുടക്കുന്ന ആരായാലും അവരെ കൂടി തടയുമെന്നുള്ള സന്ദേശം കൂടി ഇതിനെ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ ED യിലൂടെ. തീർച്ചയായും അത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയോ BJPക്കെതിരെയോ RSSനെതിരെയോ ആരെങ്കിലും ഒരു ചെറുവിരൽ ഉയർത്തിയാൽ ഇനി ആരും അങ്ങനെ ഉയർത്തരുത് എന്ന സന്ദേശം, എന്ന ഭീഷണി മുൻനിർത്തിക്കൊണ്ട് ഈ അന്വേഷണ ഏജൻസികൾ പലയിടങ്ങളിൽ കയറി ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതുതന്നെയാണ് ഇനി ഇതുപോലൊരു സിനിമ എടുക്കാൻ, ഇതുപോലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ നരോദയ പാട്ടിയ കൂട്ടക്കൊലയെക്കുറിച്ചോ ഗോദ്ര കലാപത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ഈ നാട്ടിൽ ആരും ധൈര്യപ്പെടരുത്. ഒരു സിനിമയോ ഒരു കലാസൃഷ്ടിയോ ഉണ്ടാകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഈ റെയ്ഡിനെ നമ്മൾ കാണണം.
ആ രീതിയിൽ തന്നെയാണ് ഇത് വായിക്കപ്പെടേണ്ടത്. ഒരു സംശയവുമില്ല. ഇനി പറഞ്ഞതുപോലെ ഇനി ആരുടെ ഓഫീസുകളിലേക്കായിരിക്കും റെയ്ഡ് നടക്കാൻ പോകുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അതിപ്പോൾ ആശീർവാദിന്റെ ഓഫീസിലേക്കാണോ വരാൻ പോകുന്നത്, അതല്ലെങ്കിൽ മുരളി ഗോപിയോ പൃഥ്വിരാജിനെയോ മോഹൻലാലിനെയോ തേടിയാണോ വരാൻ പോകുന്നത് എന്ന് മാത്രം നമ്മൾ ഈ വിഷയത്തിൽ നോക്കിയാൽ മതി. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വല്ലാതെ ഡാമേജ് ആയിരിക്കുന്നു RSSന്റെയും സംഘപരിവാറിന്റെയും BJPയുടെയും ഇമേജ് ദേശീയ തലത്തിലടക്കം ഈ സിനിമ വന്നതോടുകൂടി. എല്ലാവരെയും മറക്കാൻ RSSും സംഘപരിവാറും പ്രേരിപ്പിച്ചിരുന്ന ഗുജറാത്ത് കലാപം വീണ്ടും നമ്മുടെ 2K കിഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന ജെൻസീൻ പിള്ളേരുടെ പോലും ഓർമ്മകളിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ഇടയിൽ പോലും ഇത് നടത്തിയത് ഇവരാണ്, ഇങ്ങനെയൊരു കലാപം ഇവിടെ നടന്നിരുന്നു, അതിന്റെ പുറകിൽ ഇവരാണ്, അതുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളിയത് എന്ന ചിന്ത വലിയ തോതിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് തിരിച്ചടിയായെന്ന വലിയ വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന്റെയും RSSന്റെയും സംഘപരിവാറിന്റെയും മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് കാരണക്കാരവർക്കെതിരെ പ്രതികാര നടപടികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആശ്ചര്യപ്പെടുത്തേണ്ട കാര്യമല്ല, ഇതൊരു വലിയ സന്ദേശം തന്നെയാണ്. ഇനി ആരും മുതിരരുത്, BJPക്കെതിരെ RSSനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ അവരെക്കുറിച്ച് സംസാരിക്കാൻ ആരും മുതിരരുത് എന്ന് വളരെ കൃത്യമായി അന്വേഷണ ഏജൻസിയെ കൊണ്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു വയ്പ്പിക്കുന്നു.